തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തൂർ കാൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഭർത്താവിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. നെയ്യാറ്റിൻകര അതിയന്നൂർ വില്ലേജിൽ അരുൺ നിവാസിൽ അരുണി 32 വയസ്സുകാരനാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി ബഷീർ ശിക്ഷിച്ചത്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കുന്നത്തുകാൽ വില്ലേജത്തിൽ പ്ലാങ്കാല പുത്തൻ വീട്ടിൽ ശാഖകുമാരി 52 വയസ്സാണ് ഭർത്താവായ അരുൺ കൊലപ്പെടുത്തിയത്. 2020 ഡിസംബർ 26 പുലർച്ചെ 1:30 മണിയോടെയായിരുന്നു സംഭവം. 2020 ഒക്ടോബർ 29 വിവാഹം കഴിക്കുമ്പോൾ ശാഖകുമാരിക്ക് 52 വയസ്സും അരുണിന് 28 വയസ്സും മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രീഷ്യനായ പ്രതി അരുൺ ശാഖകുമാരിയുമായി അടുപ്പം നടിച്ച ശേഷം വീട്ടുകാരെ അറിയിക്കാതെ അവരെ വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിയുകയായിരുന്ന ശാഖകുമാരി ഇതിനിടയിലാണ് അരുണുമായി പ്രണയത്തിലായത്. തന്റെ സ്വത്തുക്കൾ ഒരു അവകാശിയായി ഒരു കുഞ്ഞ് വേണമെന്ന ശാഖകുമാരിയുടെ ആഗ്രഹവും വിവാഹത്തിന് കാരണമായി. 50 ലക്ഷം രൂപയും 100 പവൻ ആഭരണവുമാണ് വിവാഹസമയത്ത് അരുൺ ശാഖകുമാരിയിൽ നിന്നും വാങ്ങിയത്. ക്രിസ്ത്യൻ മതാചാരപ്രകാരം നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തുനിന്ന് ഇയാളുടെ ഒരു സുഹൃത്ത് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ വീഡിയോ ഒന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും അരുണിന് നിർബന്ധം പിടിച്ചിരുന്നു. തന്നേക്കാൾ പ്രായക്കൂടുതലുള്ളവരെ വിവാഹം കഴിച്ചത് ആരും അറിയാതെയിരിക്കുന്ന പ്രതി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ശാഖകുമാരിയുടെ ബന്ധുക്കളിൽ ചിലർ വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പ്രതിയെ വളരെയേറെ പ്രകോപിതരാക്കി. വിവാഹശേഷം ശാഖകുമാരിയുടെ വീട്ടിലായിരുന്നു അരുണിന്റെ താമസം. വിവാഹത്തിന് മുൻപ് തന്നെ പ്രതി ശാഖകുമാരിയുടെ പണം ഉപയോഗിച്ച് കാറും ബൈക്കും വാങ്ങിയിരുന്നു. വിവാഹശേഷം ആഡംബര ജീവിതം തുടർന്നും ഇതിനിടെ കുട്ടികൾ വേണമെന്ന ശാഖകുമാരിയുടെ ആവശ്യത്തോട് അരുൺ വിമുക്തത കാണിച്ചു. തുടർന്ന് ശാഖകുമാരിയെ ഒഴിവാക്കാനായിരുന്നു അരുൺ ശ്രമിച്ചത്. സ്വത്തുക്കൾ കൈക്കലാക്കുകയും പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്യുകയും ചെയ്തത്. ഇലക്ട്രീഷ്യനായ പ്രതി ഒരിക്കൽ വീട്ടിൽ വച്ച് ഓവൻ റിപ്പയർ ചെയ്യുന്നതിനിടെ ശാഖകുമാരിയുടെ കയ്യിൽ ഷോക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അന്ന് ശാഖകുമാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം വീണ്ടും ശാഖകുമാരിയുടെ അപായപ്പെടുത്താനുള്ള നീക്കം നടത്തിയത്. മുൻകൂട്ടി പദ്ധതിയിട്ട പ്രകാരം ഡിസംബർ 26 പുലർച്ചെ 1:30 മണിയോടെയാണ് അരുൺ കിടപ്പുമുറിയിൽ വെച്ച് ശാഖകുമാരിയെ വായും മുഖത്തും അമർത്തിച്ച് ശ്വാസം മുട്ടിച്ച് ശേഷം ഭാര്യ ബോധരഹിതരായതോടെ വലിച്ചിഴച്ച് വീട്ടിലെ ഹാളിൽ വെച്ച് അവിടെ കിടത്തി. തുടർന്ന് മുൻകൂട്ടി കരുതിയിരുന്ന പോലെ പ്ലഗും വയറും ഉപയോഗിച്ച് സമീപത്തിലെ ഇലക്ട്രിക് കൊടുക്കുകയായിരുന്നു. വലത് കൈത്തണ്ടിലൂടെയും മൂക്കിലൂടെയും വയർ ബന്ധിച്ച് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം. അപകട മരണമായി ചിത്രീകരിക്കാൻ സീരിയൽ ബൾബ് സെറ്റ് ശാഖകുമാരിയുടെ ദേഹത്തിടുകയും ചെയ്തു. വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാർ ആണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജികുമാറാണ് കോടതിയിൽ ഹാജരായത്.